വടക്കേ മലബാർ ഭാഗങ്ങളിൽ വീടുകളിൽ എന്തെങ്കിലും വിശേഷങ്ങൾ നടക്കുന്നതിന് മുമ്പ് ഗണപതി ഹോമം പോലെ തന്നെ നടത്തി വന്നിരുന്ന മറ്റൊരു ചടങ്ങാണ് മുത്തപ്പന് കൊടുക്ക അല്ലെങ്കിൽ പഴംകുറ്റി. വിളിച്ചാൽ വിളിപ്പുറത്തുള്ള മുത്തപ്പന്റെ സാന്നിധ്യം വീടുകളിൽ ലഭിക്കുന്നത് വഴി ഐശ്വര്യവും സമ്പത്തും ആരോഗ്യവും വന്നുചേരുമെന്നാണ് വിശ്വാസം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മുത്തപ്പന് ഏറ്റവും പ്രിയപ്പെട്ടതും പെട്ടെന്ന് ഫലസിദ്ധി ലഭിക്കുന്നതുമായ മുത്തപ്പന് കൊടുക്കയെ കുറിച്ചാണ്. സുഹൃത്തുക്കളെ, വീട് സംബന്ധമായ കാര്യങ്ങളും മറ്റ് നാട്ടുകാര്യങ്ങളുമാണ് ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജ് വഴിയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. മലബാറുകാരുടെ ഇഷ്ടദൈവങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ശ്രീ പറശ്ശിനിക്കടവ് മുത്തപ്പൻ. ആവത് ബാന്ധവനായ മുത്തപ്പന്റെ സാന്നിധ്യം ഗ്രഹങ്ങളിൽ ലഭിക്കുന്നതിനും വീടുകളിൽ ഐശ്വര്യം ലഭിക്കുന്നതിനുമാണ് മുത്തപ്പന് കൊടുക്ക സാധാരണയായി വീടുകളിൽ നടത്താറ്. വീടുകളിൽ നടക്കുന്ന വിവാഹം, ഗൃഹപ്രവേശം, മറ്റ് വിശേഷങ്ങൾക്ക് മുൻപായി കാലത്ത് ഗണപതി ഹോമവും വൈകിട്ട് മുത്തപ്പന് കൊടുക്കയുമാണ് സാധാരണ പതിവ്. പ്രത്യേകിച്ച് മലബാർ ഭാഗത്തുള്ള തീയ സമുദായത്തിൽപ്പെട്ട ഭവനങ്ങളിൽ. മറ്റ് പൂജാകർമ്മങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൽ പ്രസാദമായി ഉപയോഗിക്കുന്നത് പ്രധാനമായും പുഴുങ്ങിയ പയറ്, കടല, തേങ്ങാക്കൊത്ത്, അവില്. ഇതിനു പുറമെ മുത്തപ്പന്റെ ഇഷ്ടപാനീയമായ കള്ളുമാണ് ഇതിനുപയോഗിക്കുന്നത്. ഇതുകൂടാതെ മറ്റ് പൂജകൾക്കെല്ലാം ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ എല്ലാം തന്നെ ഇതിനും ഉപയോഗിക്കുന്നതാണ്. എന്നിരുന്നാലും പ്രധാനം കള്ളും പയറും ആണ് എന്ന് മാത്രം. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ മുത്തപ്പന് കൊടുക്കയുടെ പൂജാകർമ്മങ്ങൾ നിർവഹിക്കുന്നത് ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തു തന്നെയുള്ള ബാലേട്ടനാണ്. പരമ്പരാഗത രീതിയിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കാതെയും വളരെ കൃത്യനിഷ്ഠയോടെയുമാണ് ബാലേട്ടൻ ഇത് നിർവഹിക്കുന്നത്. വീടിന്റെ മുൻവശം ക്ഷേത്രങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന തീർത്ഥം തളിച്ച് ശുദ്ധീകരിച്ച ശേഷം അവിടെയാണ് മുത്തപ്പന് കൊടുക്കയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തുക. 3 നാക്കിലകളിലാണ് പ്രസാദങ്ങളായ കടല, പയറ്, തേങ്ങാക്കൊത്ത്, അവില് എന്നിവ വിളമ്പാറ്. ഇതുകൂടാതെ ഇളനീര് 3 ചിരട്ടയിലോ ഗ്ലാസ്സിലോ മുത്തപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ട കള്ള് എന്നിവയാണ് ഈ പൂജയ്ക്ക് പ്രധാനമായി ഉപയോഗിക്കുന്നത്. പ്രസാദമായി വിളമ്പിയ പുഴുക്കിനടുത്തായി അവില്, മലര് എന്നിവ വിളമ്പിയ ശേഷം മറ്റൊരു നാക്കില ഉപയോഗിച്ച് പ്രസാദങ്ങൾ മൂടിവെക്കുന്നു. തെളിഞ്ഞു കത്തുന്ന നിലവിളക്കിൽ നിന്ന് 4 പന്തങ്ങൾ കത്തിച്ചു വെച്ച ശേഷം കഷ്ണങ്ങളായി മുറിച്ച വാഴയിലയിൽ കർപ്പൂരം നിരനിരയായി കത്തിച്ചു വെക്കുന്നു. ശേഷം മുത്തപ്പന് കൊടുക്കയിൽ പങ്കെടുത്ത എല്ലാവരും ചേർന്ന് ഒരു നുള്ള് അരിയെടുത്ത് കയ്യിൽ വെച്ച ശേഷം പ്രാർത്ഥിച്ച് അരി കുടഞ്ഞ ശേഷം അല്പസമയം മാറി നിൽക്കുന്നു. ശേഷം വീണ്ടും അരി കുടഞ്ഞ ശേഷം കർമ്മം നിർവഹിച്ച ആളിൽ നിന്നും പ്രസാദം ഏറ്റുവാങ്ങുകയും അദ്ദേഹത്തിന് ദക്ഷിണ കൊടുക്കുന്നതോടെ മുത്തപ്പന് കൊടുക്കയുടെ കർമ്മം അവസാനിക്കുന്നതാണ്. 3 നാക്കിലകളിൽ വിളമ്പിയ പ്രസാദത്തെ ഒന്ന് മുത്തപ്പനും മറ്റേത് തിരുവപ്പനും മൂന്നാമത്തേത് മുത്തപ്പന്റെ സഹചാരിയായ നായക്കുമുള്ളതാണ്. ഇത് പൂജ കഴിഞ്ഞ ശേഷം നായക്കൾ വരുന്ന വഴിക്ക് എവിടെയെങ്കിലും വെക്കുകയാണ് പതിവ്. ഇനി നമുക്ക് മുത്തപ്പന് ഏറ്റവും പ്രിയപ്പെട്ട
പഴംകുട്ടി അല്ലെങ്കിൽ മുത്തപ്പന് കൊടുക്കയുടെ ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കാം. പറശ്ശിനിക്കടവ് ക്ഷേത്രത്തെക്കുറിച്ചും ശ്രീ മുത്തപ്പന്റെ ചരിത്രത്തെക്കുറിച്ചും മറ്റൊരു വീഡിയോ ചെയ്തതുകൊണ്ട് ഇവിടെ മുത്തപ്പന് കൊടുക്കയുടെ ചരിത്രം മാത്രമേ പ്രതിപാദിക്കുന്നുള്ളൂ. അയ്യങ്കരയിൽ നിന്നും തന്റെ അവതാര ലക്ഷ്യത്തിനായി കുന്നത്തൂരിലാണ് മുത്തപ്പൻ എത്തിച്ചേരുന്നത്. സമൃദ്ധമായ വനങ്ങൾ നിറഞ്ഞ ഈ പ്രദേശത്തെ ഒരു ഗുഹയിലാണ് മുത്തപ്പന്റെ താമസം. രാത്രികാലങ്ങളിൽ നായയുമൊത്ത് വേട്ടയ്ക്ക് പോകുക, കള്ളു കുടിക്കുക എന്നിവയാണ് ജീവിത രീതി. കുന്നത്തൂരിലെ പ്രധാന കള്ളുചെത്തുകാരനായ ചന്ദന്റെ കള്ള് ദിനവും കളവു പോകുന്നു. സഹികെട്ട ചന്ദൻ പനയ്ക്ക് കാവലിരിക്കുന്നു. അമ്പും വില്ലുമായി കള്ളനെ കാത്തിരിക്കുന്ന ചന്ദന് വൃദ്ധനായ ഒരാളെ പനയ്ക്ക് മുകളിൽ കാണുകയും ദേഷ്യത്തോടെയും സങ്കടത്തോടെയും വില്ലു കുലയ്ക്കുകയും വൃദ്ധന് നേരെ അമ്പു തൊടുത്തുവിടാൻ ശ്രമിക്കുമ്പോഴേക്കും മുത്തപ്പന്റെ കണ്ണുകളിൽ നിന്ന് വന്ന തീക്ഷ്ണമായ പ്രകാശത്തിൽ ചന്ദൻ കല്ലായി മാറുകയും ചെയ്യുന്നു. സമയം ഏറെ വൈകിയിട്ടും തന്റെ ഭർത്താവിനെ കാണാതെ വന്നപ്പോൾ പനക്കരികിലെത്തിയ അവർ കല്ലായി നിൽക്കുന്ന തന്റെ ഭർത്താവിനെയാണ് കണ്ടത്. ശിലയായി നിൽക്കുന്ന തന്റെ ഭർത്താവിന്റെ രൂപത്തിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് തല ഉയർത്തി നോക്കുമ്പോൾ പനയ്ക്ക് മുകളിൽ സൂര്യ തേജസ്സോടു കൂടിയ ഒരു വൃദ്ധനെ കാണുകയും മുത്തപ്പ എന്റെ ഭർത്താവിനെ രക്ഷിക്കണമേ എന്ന് കരഞ്ഞപേക്ഷിക്കുകയും ചെയ്യുന്നു. മുത്തപ്പന്റെ അനുഗ്രഹത്താൽ ചന്ദൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും മുത്തപ്പനെ അവർ തങ്ങളുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കുകയും തങ്ങൾ കഴിക്കുന്ന പയറും തേങ്ങാക്കൊത്തും ഉണക്കമീനും നൽകുകയും ചെയ്യുന്നു. ചന്ദനെയും ഭാര്യയെയും അനുഗ്രഹിച്ച് യാത്രയായ മുത്തപ്പന്റെ ഇഷ്ടഭക്ഷണമായിട്ടാണ് പയറും തേങ്ങാക്കൊത്തും കണക്കാക്കുന്നത്. ഇത് വർഷങ്ങളായിട്ട് പറശ്ശിനിക്കടവിലെ മുത്തപ്പന്റെ പ്രസാദമായിട്ട് ഭക്തർക്ക് നൽകി പോരുന്നുണ്ട്. മുത്തപ്പന് കൊടുക്ക അല്ലെങ്കിൽ പഴംകുറ്റി ഏറ്റവും കൂടുതൽ നടത്തപ്പെടുന്നത് മലബാർ ഭാഗങ്ങളിലുള്ള തീയ സമുദായത്തിൽപ്പെട്ടവരുടെ ഭവനങ്ങളിലാണ്. ഈ കർമ്മങ്ങൾ നിർവഹിക്കുന്നതും പറശ്ശിനിക്കടവിൽ നിന്ന് അധികാരപ്പെടുത്തിയ തീയ സമുദായത്തിൽപ്പെട്ടവരോ മടപ്പുര കുടുംബത്തിലോ പെട്ടവരായിരിക്കണം. മുത്തപ്പന് കൊടുക്ക കർമ്മം നിർവഹിക്കുന്നതിന് പ്രതിഫലം വാങ്ങാൻ പാടുള്ളതല്ല. ദക്ഷിണയായി കിട്ടുന്നത് മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. എന്നാൽ ഇന്ന് പലരും മുത്തപ്പന് കൊടുക്ക കർമ്മം നിർവഹിക്കുന്നതിന് പ്രതിഫലം ചോദിച്ചു വാങ്ങാറുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളെ ഒരു കാരണവശാലും കർമ്മം നിർവഹിക്കാൻ വേണ്ടി വിളിക്കരുത്. മുത്തപ്പന് കൊടുക്ക വീടുകളിൽ നടത്തുകയാണെങ്കിൽ വീടുകളിൽ മുത്തപ്പ ചൈതന്യം ലഭിക്കുകയും ഇതുവഴി ആരോഗ്യവും സമ്പത്തും സമാധാനവും വീടുകളിൽ ലഭിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. ആവത് ബാന്ധവനായ മുത്തപ്പന്റെ അനുഗ്രഹം നിങ്ങൾക്കോരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം പൂമുഖം. നന്ദി, നമസ്കാരം.